ഹായ് വെൽക്കം ടു മൈ ചാനൽ മോളിസ് ഗാർഡൻ സ്റ്റോറീസ്. ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ടിൻ്റെ വീഡിയോ ആണേ. അതിൻ്റെ പൂക്കളാണ് ഇപ്പോൾ നിങ്ങളെ കാണുന്നത്. നമ്മുടെ മുല്ലപ്പൂവൊക്കെ നിറഞ്ഞ് പൂത്ത് നിൽക്കുന്നത് പോലെ ഒരു ഫീലാണ് നമുക്ക് ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ. ഒത്തിരി നല്ല രസമാണ്. നമുക്കിത് നേരിട്ട് കാണുമ്പോൾ എന്നാ ഭംഗിയാണെന്നറിയോ പൂക്കളെല്ലാം അങ്ങനെ നിൽക്കുന്നത്. അതിൻ്റെ കായ്കളാണ് ഇപ്പോൾ കാണുന്നത്. ഇതിൻ്റെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറെക്കുറെ ഒരു കള്ളിമുൾ ചെടിയുടെ വർഗ്ഗത്തിലൊക്കെ പെട്ട രീതിയിലുള്ള ഒരു ചെടിയാണ്. അതിൻ്റെ ആ കായ്കളിൽ തന്നെ ചെറിയ ചെറിയ അതുപോലുള്ള ഇലകൾ കാണാം. ഈ കായ്കളുണ്ടായി വരുമ്പോൾ അതിൽ ചെറിയ ചെറിയ ഇലകളുണ്ട്. ആ കായ്കളുടെ പഴുത്ത് വരുന്നു കഴിയുമ്പോൾ പച്ചക്കായാണ് ഈ കാണുന്നത്. അത് പഴുത്ത് കഴിയുമ്പോഴത്തേനും അത് നല്ല മഞ്ഞ നിറത്തിലുള്ള കായകളാകും. ഇതിൻ്റെ പേരാണ് നമുക്ക് ലെമൺ വൈൻ. ഇത് ശരിക്കും നമുക്ക് അച്ചാറിടാൻ കൊള്ളാം, പിന്നെ വൈൻ ഇടാൻ കൊള്ളാം. നമുക്കങ്ങനെ പുളി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതിനൊരു പുളി ടേസ്റ്റുണ്ട്, ചെറിയൊരു മധുരത്തിൻ്റെ ഒരു ഇതുമുണ്ട്. അപ്പം അത് നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ അപ്പോൾ ഇത് അച്ചാറിട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. വളരെ ഗുണമുള്ള ഒരു സാധനം കൂടിയാണിത്. വൈറ്റമിൻ സിയും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ഫ്രൂട്ടാണിത്. അപ്പം ഇത് നമുക്ക് വൈൻ ഇട്ട് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് നെല്ലിക്കായ മുന്തിരി ഒക്കെ വൈൻ ഇടുന്ന പോലെ നമുക്ക് വൈൻ ഇടാൻ സാധിക്കും. അതിൻ്റെ ഒരു കൊല തന്നെ കണ്ടോ, ഒരു കൊലയിൽ എന്തുമാത്രം കായകളാണെന്നറിയോ. ഇതിൻ്റെ വള്ളി നമ്മൾ മുകളിലോട്ട് കെട്ടി വിടുവാണെങ്കിൽ അതേ രീതിയിൽ തന്നെ അതുപോലെ തന്നെ വളർന്നു വരും. ഇതിപ്പം കുറച്ച് പന്തലിച്ച് പടർന്ന് കിടക്കുക, കെട്ടി ഇങ്ങനെ വിട്ടില്ല. അത് കാരണം മറ്റേ നമ്മൾ വള്ളി കെട്ടി കൊടുക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ ഇത് കയറി നന്നായിട്ട് വളർന്ന് നീളത്തിൽ വളരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും തന്ന് സബ്സ്ക്രൈബ് ചെയ്യണമേ. ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.